വെൽക്കം ടു റിലയൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തത് മെമ്പർ പ്ലേസ്മെൻ്റ് ആയിരുന്നു. നമ്മൾ കോളം പ്ലേസ് ചെയ്തു, ബീം പ്ലേസ് ചെയ്തു, ഹൊറിസോണ്ടൽ ബ്രേസ്, വെർട്ടിക്കൽ ബ്രേസ്, ഇത്രയും മെമ്പർ പ്ലേസ്മെൻറ്റ്. ഈ ഒരു പ്രൊജക്റ്റിൽ ഉള്ള മെമ്പർ പ്ലേസ്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് വേണ്ടതാണ് കണക്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ കൂടുതലും കൊടുക്കുന്ന ബോൾട്ടഡ് കണക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ കണക്ഷൻസ് എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ്സ് നമുക്ക് ക്ലയൻറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ PDF ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തരുന്ന ക്ലയൻറ്റിൻ്റെ ഡിസൈൻ ഡ്രോയിങ്ങിൽ നോക്കിയാൽ ഇവിടെ ഒരു പ്ലാനിൽ എലിവേഷനിൽ എവിടെയെങ്കിലും കണക്ഷൻ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ആദ്യം കോളവും ബീമും തമ്മിലുള്ള കണക്ഷൻസ് കൊടുക്കാം. കാരണം ബേസ് പ്ലേറ്റ് കണക്ഷൻ വരുമ്പോൾ ആങ്കർ ബോൾട്ട് വരും. അപ്പോൾ കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ആദ്യം ഇത്തിരി സിമ്പിൾ കണക്ഷൻസ് വെച്ച് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ കണക്ഷന് ഇവിടെ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ പോലെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ബേസ്മെൻറ്റ് പ്ലാനിൽ അവർ ഡീറ്റെയിൽ 8 അത് ബേസ് പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽ, അത് നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ഡീറ്റെയിൽ 3A എന്ന് പറഞ്ഞ് ഹൊറിസോണ്ടൽ ബ്രേസിൻ്റെ കണക്ഷനാണ്, ഗസറ്റ് പ്ലേറ്റ് കണക്ഷൻസ് എന്ന് പറയും. അതിലൊക്കെ നമുക്ക് പിന്നീട് വരാം. ഇനി വരുന്നതാണ് നമുക്ക് കോളവും ബീമും തമ്മിലുള്ള കണക്ഷൻ ഡീറ്റെയിൽ 9 നമുക്ക് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽ 9 നെക്സ്റ്റ് ഷീറ്റിൽ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം കാണുന്നത് ഡീറ്റെയിൽ നമ്പർ, പിന്നെ താഴെ കാണുന്നത് ഷീറ്റ് നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഷീറ്റിൽ ഡീറ്റെയിൽ 9 എടുത്തു. ഇതിപ്പോൾ ഡീറ്റെയിൽ 9 കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ട് വരുന്ന ബീമിന് സെക്ഷൻ Hഉം വെബിലോട്ട് വരുന്ന ബീമിന് സെക്ഷൻ G വരും. ഇത് ഷിയർ കാറ്റഗറിയിൽ വരുന്ന ഒരു കണക്ഷനാണ്, ഫിൻ പ്ലേറ്റ് കണക്ഷൻ എന്ന് പറയും. പ്ലേറ്റിൻ്റെ ഒരു ഫേസ് കോളത്തിൽ വെൽഡ് ചെയ്യും, അടുത്തത് ബീമിൻ്റെ വെബിലൊന്ന് ബോൾട്ട് ചെയ്യും. ബോൾട്ടിങ്ങിൻ്റെ സിമ്പിളാണ് ഈ രണ്ടെണ്ണം കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ സെക്ഷൻ G എന്ന് പറയുന്നത് കോളത്തിൻ്റെ വെബിലോട്ട് വരുന്ന കണക്ഷൻ, അത് നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ ഈ കാണുന്നത് കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ട് വരുന്ന കണക്ഷൻ, സെക്ഷൻ H. അപ്പോൾ ഇത് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ കോളത്തിന് നമ്മൾ മെയിൻ പാർട്ട് എന്ന് പറയും, ബീമിന് സെക്കൻഡറി പാർട്ട് എന്ന് പറയും. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കണക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അവർ ചോദിക്കും, ആദ്യം തന്നെ കണക്ഷൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് മെയിൻ പാർട്ട് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ രണ്ട് ഐറ്റംസ് തമ്മിലാണ് കണക്ഷൻ നടക്കുന്നത്. ഏത് ഐറ്റമാണോ മറ്റേ ആ ഐറ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ലോഡ് താങ്ങി നിൽക്കുന്നത്, അപ്പോൾ ആ ഐറ്റം ആയിരിക്കും മെയിൻ പാർട്ട് എന്ന് വിളിക്കുന്നത്, മറ്റേ സെക്കൻഡറി പാർട്ട് എന്ന് വിളിക്കും. അപ്പോൾ ഈ കോളമാണ് ബീമിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തും. അപ്പോൾ കോളം മെയിൻ പാർട്ടായിട്ട് വരും, ബീം സെക്കൻഡറി പാർട്ടായിട്ട് വരും. ഇനി ഇവിടെ പ്ലേറ്റിൻ്റെ തിക്നെസ് കൊടുത്തിട്ടുണ്ട്, 12 mm തിക്ക് ഫിൻ പ്ലേറ്റ്. ബോൾട്ടിൻ്റെ സൈസ് M20 ബോൾട്ട്. ബോൾട്ടിൻ്റെ സൈസാണ് M20 എന്ന് പറയുന്നത്. അതിൽ 22 ഡയയുടെ ഹോൾസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ 10 ഗ്യാപ്പ് എന്ന് വെച്ചാൽ മെയിൻ പാർട്ടും സെക്കൻഡറി പാർട്ടും തമ്മിൽ മുട്ടാതിരിക്കാൻ വേണ്ടി ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇതേപോലെ ടെക്ലയിൽ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് ആസ് എ ബിഗിനർ ഇപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ വ്യൂ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡയറക്റ്റ് 3Dയിലിട്ട് നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. പക്ഷേ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഉള്ളവർക്ക് അത് കൊടുത്തു പോവാം. അല്ലാത്തവർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സെയിം വ്യൂ എടുക്കുക. നമ്മൾ എടുത്തേക്കുന്നത് എവിടെ നിന്നാണ്? വി ഹാവ് ടേക്കൺ ദ ഡീറ്റെയിൽ ഫ്രം സെക്ഷൻ C. സെക്ഷൻ C സ്റ്റാൻഡ്സ് ഫോർ 12.625 പ്ലാൻ. അപ്പോൾ നമ്മൾ ടെക്ലയിൽ ഇതേപോലെ Ctrl+I ഞെക്കിയിട്ട് വ്യൂ ലിസ്റ്റ് എടുക്കാം. ഇവിടെ 10.625 അല്ല 12.625 പ്ലാൻ ഓപ്പൺ ചെയ്തു. ഇതിൽ ഈ ഏരിയയിലാണല്ലോ അവർ ഡീറ്റെയിൽ കോൾ ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് കോളത്തിൻ്റെ ഫ്ലാഞ്ച് വരുന്നത്, ഈ ഉള്ളിലത്തെ കാണുന്നത് കോളത്തിൻ്റെ വെബ്. അപ്പോൾ ഇത് വന്ന് കയറുന്ന ബീമാണ് ഈ കാണുന്നത്, ഗ്രീൻ കളറിൽ കാണുന്നത്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം കളറിൽ വെച്ചിട്ട്. വെബിലോട്ട് വരുന്നത് ഈ ബീമും. അപ്പോൾ നമുക്ക് കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ട് വരുന്ന ഡീറ്റെയിൽ അവർ പറയുന്നത് സെക്ഷൻ H. അപ്പോൾ സെക്ഷൻ H എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നൊരു വ്യൂ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ആ നോക്കുന്ന വ്യൂ എന്ന് വെച്ചാൽ ഗ്രിഡ് 2ൻ്റെ എലിവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ദ സെയിം റെസ്പെക്റ്റീവ് വ്യൂസ് തന്നെ എടുക്കുക. ഡിസൈനിൽ അവർ കാണിച്ചേക്കുന്ന ബോൾട്ടിൻ്റെ ഡയമെൻഷൻ കാണിച്ചേക്കുന്ന വ്യൂ ആണോ അതേപോലെ തന്നെ ട്രാക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബീം സെലക്ട് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ എടുത്തേക്കുന്ന എലിവേഷൻ കറക്റ്റ് ആണോ എന്ന്. ഇപ്പോൾ ഇവിടെ ഗ്രിഡ് 2 എടുക്കുക. Ctrl+I ഞെക്കി വ്യൂ ലിസ്റ്റിൽ നിന്ന് ഗ്രിഡ് 2 ഓപ്പൺ ചെയ്തു. Ctrl+1 വേണം വെക്കാനായിട്ട് കേട്ടോ. Ctrl+1 വെച്ചു. അപ്പോൾ ആ ബീം സെലക്റ്റായി കിടക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷൻ വന്നു, ഇവിടെ കിട്ടി. ഇവിടെ നമുക്കിനി കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. കണക്ഷൻ്റെ കാറ്റലോഗാണ് ഈ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത് ആപ്ലിക്കേഷൻ ആൻഡ് കമ്പോണൻസ്. ഇതിനകത്ത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ഷൻ്റെ നമ്പറാണ് 146. ഫിൻ പ്ലേറ്റിന് യൂസ് ചെയ്യുന്ന കണക്ഷൻ നമ്പർ. ഒരു കണക്ഷൻ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതാണ് സിസ്റ്റം കണക്ഷൻ, അതായത് ഡിഫോൾട്ട് ടെക്ലയോടൊപ്പം തന്നെ വരുന്നൊരു കണക്ഷനാണ്. ഇവർ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഈ കണക്ഷൻ ഫിൻ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഏത് സിറ്റുവേഷനിൽ വന്നാലും മാച്ച് ആവണം. അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഏതാണ്, കോളും ബീമും തമ്മിലാണ് സിറ്റുവേഷൻ വേണ്ടത്. പക്ഷേ ഇമേജിൽ നോക്കിയാൽ ബീമുമായിട്ട് കാണിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ബീം സ്ലോപ്പിലാണ് വരുന്നത് എങ്കിൽ ഈ കണക്ഷൻ വെച്ച് മാക്സിമം സ്യൂട്ടാക്കാൻ പറ്റണം. അങ്ങനെയാണ് ഇവർ പ്രോഗ്രാം ചെയ്തേക്കുന്നത്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ,
ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മളെപ്പോഴും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഡിസൈനിൽ കാണിച്ചേക്കുന്ന ബോൾട്ടിൻ്റെയും പ്ലേറ്റിൻ്റെയൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്രകാരം ഇവിടെ ടെക്ലയിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം നമുക്ക് ഫുള്ളി ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതേപോലെ വരുന്നത്. കാരണം അവരങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചുകൊണ്ട് ചില എറർ വന്നു കഴിഞ്ഞാൽ ആ ഡയമെൻഷൻ അതുപോലെ മാച്ച് ആവണമെന്നില്ല. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ബോട്ടം ലെഫ്റ്റിൽ എന്താ പറയുന്നത്, പിക്ക് മെയിൻ പാർട്ട്. ഇപ്പോൾ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് കോളം. അപ്പോൾ ഇവിടെ കോളത്തിൽ ക്ലിക്ക് ചെയ്തു. പിന്നെ പറയുന്നത് എന്താണ്, പിക്ക് സെക്കൻഡറി പാർട്ട്. സെക്കൻഡറി പാർട്ട് എന്ന് പറഞ്ഞ് ബീം. ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ കിട്ടത്തില്ല. ഈ ലൈനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ കണക്ഷൻ ഡെവലപ്പ് ചെയ്തു. നമ്മൾ പാർട്സിനൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ചെയ്തില്ലേ, Control 1 വയർ ഫ്രെയിം, Control 2 ഷെയ്ഡഡ് വയർ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തില്ലായിരുന്നോ? അതെ, Control 1 Control 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തതുപോലെ കമ്പോണൻസിനും ഉണ്ട്. ഒറ്റ വ്യത്യാസമുള്ളൂ, കൺട്രോളിന് വരും ഷിഫ്റ്റ് ഞെക്കാം. ഇപ്പോൾ ഷിഫ്റ്റ് 1 ഞെക്കിയാൽ വയർ ഫ്രെയിമായി. പക്ഷേ ഷിഫ്റ്റ് 1 ഇടരുത്. കാര്യം എന്ന് വെച്ചാൽ പാർട്സും കമ്പോണൻസും തമ്മിലുള്ളൊരു വേരിയേഷൻ നമുക്കറിയണം. അപ്പോൾ ഷിഫ്റ്റ് 2 ഇടാം, ഷെയ്ഡഡ് വയർ ഫ്രെയിം. അപ്പോൾ ആ ഒരു വേരിയേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഒരു കണക്ഷൻ ഗ്രൂപ്പായിട്ടാണ് സെലക്ട് ആവുന്നത്, കണ്ടില്ലേ? ഈ കാണുന്നത് കണക്ഷൻ ട്രീ, കണക്ഷൻ സിമ്പിൾ എന്ന് പറയും. ഇത് 3 കളറിൽ വരാൻ സാധ്യതയുണ്ട്, റെഡ്, യെല്ലോ, ഗ്രീൻ. റെഡ് കളറിൽ വന്നു കഴിഞ്ഞാൽ കണക്ഷൻ അവിടെ സ്യൂട്ട് ആവില്ല എന്നർത്ഥം. യെല്ലോ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാഷ് ഉണ്ട്, ഗ്രീൻ വന്നു കഴിഞ്ഞാൽ ക്ലാഷ് ഒന്നുമില്ല എന്നർത്ഥം. ഇവിടെ ഇപ്പോൾ യെല്ലോ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞായിരുന്നു ക്ലാഷ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 3D വ്യൂ സെലക്ട് ചെയ്യുക, കണക്ഷൻ സെലക്ട് ചെയ്യുക. 3D വ്യൂവിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ബീമിൻ്റെ ഫ്ലാഞ്ചിനകത്തോട്ടേക്കാണ് ബോൾട്ട് കയറി കിടക്കുന്നത്. അതുകൊണ്ടാണ് ക്ലാഷ് അയക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കണ്ട, നമുക്ക് ഡിസൈൻ പ്രകാരം സെറ്റ് ചെയ്തിട്ട് ഏത് കളറിൽ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുക്കണം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഒരിക്കലും കണക്ഷൻ മോഡലിൽ കാണുന്ന കണക്ഷൻ ഹൈഡ് ആവുന്ന രീതിയിൽ വെക്കരുത്. കാരണം ഈ പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് മോഡലിനകത്ത് എങ്ങനെയാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ അത് വരണത്. എന്നാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഈ 3D മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് കണക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇച്ചിരി നീക്കി വെച്ചു, ഇത് ഇച്ചിരി ഇങ്ങനെ അങ്ങോട്ട് നീക്കി വെച്ചു. ഓക്കെ. ഇനി ഏത് കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുത്താലും ആദ്യം പിക്ചർ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും. ഈ പിക്ചറിൻ്റെ ടാബിൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ കണക്ഷൻ എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഹിൻഡ് തരും. 1 എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത മെയിൻ പാർട്ട് കോളം, 2 എന്ന് വെച്ചാൽ സെക്കൻഡറി പാർട്ട് ബീം, യെല്ലോ കമ്പോണൻസ് ആയിട്ട് ബന്ധപ്പെട്ടത്. ഇതിപ്പോൾ ഒരു ബീമുമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് മനസ്സിൽ അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരണം. ഇത് നമ്മളുടെ സിറ്റുവേഷൻ കോളം ബീമും ആണെന്നുള്ളത്. ഇതൊരു ഫ്രണ്ട് വ്യൂ ആണ്, ഈ താഴെ കാണുന്ന ടോപ്പ് വ്യൂ. അപ്പോൾ ഏത് കണക്ഷൻ്റെ പ്രോപ്പർട്ടി ആയാലും നിങ്ങൾ ആദ്യം ഇതേപോലെ പിക്ചറിൽ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട്, ഇനി ഞാൻ പറയുന്നൊരു മെത്തഡുണ്ട്. ഇതേപോലെ കണക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഇല്ലാതെ ഏത് കണക്ഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ടാബിൽ പോവാം. ഇവിടെ പോയിട്ട് പ്ലേറ്റിൻ്റെ ടാപ്പ് പ്ലേറ്റ് ഇവിടെ തിക്നെസ് കൊടുക്കണം. നമുക്ക് ഡിസൈനിൽ അവർ പറയുന്ന എത്രയാണ്, 12 mm തിക്ക് ഫിൻ പ്ലേറ്റ് എന്നാണ് അവർ പറയുന്നത്. അല്ലേ, ഇതാണ് 12 mm തിക്ക് ഫിൻ പ്ലേറ്റ്. അപ്പോൾ ഇവിടെ പ്ലേറ്റിന് ഇവിടെ 12 തിക്നെസ് കൊടുക്കുക. നമുക്ക് ഇവിടെ ബ്രെത്തും ഹൈറ്റും ഉണ്ട്, അതായത് പ്ലേറ്റിൻ്റെ വിഡ്ത്തും ലെങ്ത്തും. ഈ വിഡ്ത്തും ലെങ്ത്തും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബോൾട്ടഡ് കണക്ഷൻ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് ബോൾട്ട് എന്ന് പറഞ്ഞ് ഇവിടെ ബോൾട്ട്സ് ഉണ്ടോ അതിനകത്ത് പോയിട്ട് പ്ലേറ്റും ബോൾട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുക്കണം. 2 സ്ഥലത്ത് ഇവിടെയും വാല്യൂ എന്തായാലും കൊടുക്കണം, പ്ലേറ്റിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എറർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ബോൾട്ടഡ് കണക്ഷൻ ആയതുകൊണ്ട് ബ്രെത്തും ഹൈറ്റും കൊടുക്കാതിരിക്കാം. ഇനി നമ്മൾ എല്ലാ മെമ്പർ പ്ലേസ് ചെയ്തപ്പോൾ ഓരോ പ്രിഫിക്സ് ഫോളോ ചെയ്തായിരുന്നു. കോളത്തിന് C, ബീമിന് B, ഹൊറിസോണ്ടൽ ബ്രേസിന് HBR, VBR എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ പ്ലേറ്റുകൾക്കും കൊടുക്കണം. കാരണം ഒരു പ്രൊജക്റ്റിൽ ഡിഫറെൻറ്റ് സൈസിലെ പ്ലേറ്റുകൾ നമുക്ക് ഫാബ്രിക്കേഷന് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ പ്രിഫിക്സ് നമ്മൾ കൊടുക്കണം. പൊതുവേ പ്ലേറ്റുകൾക്കെല്ലാം നമുക്ക് കൊടുക്കുന്നത് POSൻ്റെ താഴെ ക്യാപിറ്റൽ PL കൊടുക്കാം നമുക്ക്. പിന്നെ നമ്പർ എന്ന് വെച്ചാൽ സ്റ്റാർട്ട് നമ്പർ. നമ്മളെല്ലാം മെമ്പർ പ്ലേസ് ചെയ്യുമ്പോൾ 1 പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്പറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ സോഫ്റ്റ്വെയർ നമ്പേഴ്സ് അസൈൻ ചെയ്തെടുത്തോളൂ. നമ്മളെല്ലാം 1 കൊടുക്കാവുള്ളൂ. ഇനി അടുത്ത പ്ലേറ്റ് കൊടുത്തെന്ന് വെച്ചാൽ അവിടെ 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്, എല്ലാം 1, PLൻ്റെ അവിടെ 1. പിന്നെ ഓരോ ടൈപ്പ് കണക്ഷൻ ചെയ്യുമ്പോഴും PL തന്നെ കൊടുക്കും. ഇപ്പോൾ എൻ പ്ലേറ്റ് ചെയ്താലും ഫിൻ പ്ലേറ്റ് ചെയ്താലും ക്ലീറ്റ് ആംഗിൾ ചെയ്താലും ഗസറ്റ് ചെയ്താലും എല്ലാം PL എന്ന് കൊടുക്കുക. നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ട് പ്രിഫിക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യും. എന്തായാലും ഇത് പ്രൊവൈഡ് ചെയ്യണം. സ്റ്റാർട്ട് നമ്പർ 1. ഇനി മെറ്റീരിയൽ നമ്മൾ പറഞ്ഞായിരുന്നു, നമുക്ക് അങ്ങനത്തെ ഒരു ഡാറ്റ സാധാരണ പ്ലേറ്റിനൊക്കെ വേറെ മെറ്റീരിയൽ തരേണ്ടതാണ്. അങ്ങനത്തെ ഒരു ഡാറ്റ മിസ്സിങ് ആയതുകൊണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന S275 ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഇനി നെയിം പ്രൊവൈഡ് ചെയ്യണം. നെയിം ഇവിടെ ഡിസൈനിൽ അവർ തന്നിട്ടുണ്ട്, ഫിൻ പ്ലേറ്റ് എന്ന് അവർ ഡിസൈൻ ഡ്രോയിങ്ങിൽ തന്നിട്ടുണ്ട്.
ഫിൻ പ്ലേറ്റ് തന്നു. അപ്പോൾ നമ്മളത് കൊടുത്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ തിക്നെസ് കൊടുക്കുന്ന ഒരു കണക്ഷനിൽ അതിൻ്റെ നേരെ ഇങ്ങനത്തെ കുറേ കോളംസ് ഉണ്ട്, ഇത് ഇത്രയും ഫില്ല് ചെയ്ത് പോകണം. പൊസിഷൻ, നമ്പർ, മെറ്റീരിയൽ, നെയിം. ഇനി താഴെ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഇതിലൊന്നും പോയിട്ട് വർക്ക് ചെയ്യേണ്ടതല്ല. അതൊക്കെ ഒരു ഡിസൈൻ ഡ്രോയിങ്ങിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഇവിടുത്തെ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത്, അതായത് കോമൺ ആയിട്ട് നമുക്കൊരു കണക്ഷനിലൊക്കെ നമുക്ക് കൊടുക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കോമൺ ആയിട്ട്. ബാക്കിയെല്ലാം ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എങ്ങനെയാണോ ഇപ്പോൾ വേറെ ടൈപ്പ് കണക്ഷൻസ് വന്നില്ല വേറെ ഡാറ്റാസ് കൊടുക്കാൻ നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഗൈഡ് ചെയ്ത് തരും കേട്ടോ. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് എന്തായാലും ഫോളോ ചെയ്യേണ്ട കണക്ഷൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ നമ്മളിത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ബോൾട്ട് എന്ന് പറഞ്ഞ ടാബിൽ പോവാം. ഇവിടെ നമുക്ക് ബോൾട്ടിൻ്റെ സൈസ് കൊടുക്കണം. ഇവിടെ എത്രയാണ് പറയുന്നത്, M20 ബോൾട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ബോൾട്ടിൻ്റെ സൈസിൽ. അപ്പോൾ നമ്മളിവിടെ M20 ഇട്ടു. ഇനി നമ്മൾ S275 ഒക്കെ കൊടുത്തതുപോലെ ബോൾട്ടും പല സ്ട്രെങ്ത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡാറ്റയെ നമുക്ക് മിസ്സിങ് ആയതുകൊണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 8.8 ആണ്. അപ്പോൾ 8.8 XOX ഇട്ടു. ഇനി ബോൾട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾ കൊടുക്കണ്ടേ. ഇവിടെ പറയുന്നുണ്ട് 22 ഡയാ ഹോൾസ് എന്ന് പറയുന്നുണ്ട്. ഹോൾ കൊടുക്കേണ്ട ഓപ്ഷനാണ് ടോളറൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ 22 എന്നല്ല കൊടുക്കേണ്ടത്, ഇതിനകത്തൊരു കാൽക്കുലേഷൻ ഉണ്ട്. നമ്മളിവിടെ കൊടുക്കേണ്ട വാല്യൂ 2. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മോഡിഫൈ ചെയ്യുമ്പോൾ ബോൾട്ട് സൈസിന് കൊടുത്ത വാല്യൂയും ടോളറൻസിന് കൊടുത്ത വാല്യൂയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഹോൾ വരും. അതായത് 20 + 2 22 ഹോൾ വരും. നമ്മൾ 22 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 42 ഹോളായിരിക്കും ഡെവലപ്പായി വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടോളറൻസ് എന്ന് വെച്ചാൽ ബാക്കി ഇനി ബോൾട്ട് സൈസിന് കൊടുത്തതിൻ്റെ ബാക്കി എത്ര വേണോ അതാണ് വാല്യൂ കൊടുക്കേണ്ടത്. അപ്പോൾ 2 കൊടുത്തു. ഇനി ഈ ഇമേജ് ഇതൊരു ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ റെപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഇമേജ് ചേഞ്ച് ആവത്തില്ല, നമുക്കൊരു ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ വേർട്ടിക്കൽ ഡയറക്ഷനിൽ ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്, വേർട്ടിക്കൽ. പിന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ വേർട്ടിക്കൽ ഡയമെൻഷൻ്റെ അടുത്തൊരു ചെറിയ ബോക്സും ഹൊറിസോണ്ടലിൻ്റെ അടുത്തൊരു ചെറിയ ബോക്സും കാണിച്ചിട്ടുണ്ട്. ഇത് ബോൾട്ടുകളുടെ എണ്ണം കൊടുക്കാനുള്ള. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ടത് ബോൾട്ടുകളുടെ എണ്ണം. അപ്പോൾ ഡിസൈൻ പ്രകാരം നിങ്ങൾക്കൊന്ന് ആലോചിക്കാമോ, വേർട്ടിക്കൽ ഡയറക്ഷൻ ഈ ഡയമെൻഷൻ പോകുന്ന ഈ വേർട്ടിക്കൽ ഈ ഡയറക്ഷനിൽ എത്ര റോ ബോൾട്ടുകളുണ്ട് ഡിസൈൻ ഡ്രോയിങ് പ്രകാരം. ഇവിടെ 1 റോ ഉള്ളൂ ഉണ്ടല്ലേ. ഇവിടെ വേർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരൊറ്റ റോയേ വരുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എത്ര റോ വരുന്നുണ്ട്, ഇവിടെ ഡിസൈനിൽ 1 2 റോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേർട്ടിക്കൽ ഇവിടെ 1 ഹൊറിസോണ്ടൽ 2 എന്ന് പറഞ്ഞ് ഫോളോ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടതും, ഞാൻ ഈ ഇമേജ് നോക്കിയാണ് പറയുന്നത്, ഒന്നും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് പറയില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വേണം നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനായിട്ട്. ഇവിടെ യെല്ലോ പ്ലേറ്റ് ആയിട്ടാണ് അസ്യൂം ചെയ്യേണ്ടത്. ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ ടോപ്പ് വരെയുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ്, ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ ടോപ്പ് വരെ. അപ്പോൾ അത് ഇവിടെ നോക്കിയേ, ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ ടോപ്പ് വരെ എന്ന് പറഞ്ഞാൽ 45 ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 45 കൊടുത്തു. ഇനി ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ 1 സ്പേസിംഗ് എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇവിടെ വാല്യൂസ് ഒന്നും കൊടുക്കാനില്ല. ഒന്നിൽ കൂടുതൽ സ്പേസിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്ര ഡിസ്റ്റൻസ് എന്ന് കൊടുക്കേണ്ടുള്ളൂ. ഇനി ഇവിടെ കൊടുക്കുന്നത് എന്താണ്, ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ ബോട്ടം വരെയുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ്. ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ ബോട്ടം വരെ എന്ന് പറയുന്നത് എത്രയാണ്, 90 ആണ് ടോട്ടൽ വിഡ്ത്ത്. 45 നമ്മൾ കൊടുത്തു, ബാക്കി വരുന്നത് 45. അപ്പോൾ ഇവിടെയും 45 തന്നെയാണ് നമുക്ക് വരുന്ന വാല്യൂ. ഇനി നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ബോൾട്ട് ടു ബോൾട്ട് ഡിസ്റ്റൻസ്. ഇവിടെ കണ്ടില്ല ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്. ബോൾട്ട് ടു ബോൾട്ട് ഡിസ്റ്റൻസ് അതായത് നേരെ ആരോ ലീഡ് ചെയ്യുന്നത് ഇവിടെ, അതായത് 2 ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ എത്ര 60 ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 60 കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് എഡ്ജ് ഡിസ്റ്റൻസ്. ഈ എഡ്ജ് ഡിസ്റ്റൻസ് ഇവിടെ, അതായത് ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ എഡ്ജ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അതിവിടെ 40 വന്നിട്ടുണ്ട്. അതിവിടെ നമുക്ക് 40 വന്നിട്ടുണ്ട്. ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ എൻഡ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 40. അപ്പോൾ അത് നമ്മളിവിടെ 40 കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ഗ്യാപ്പ് ഉണ്ട്, 40 ഉണ്ട്, 20 ഉണ്ട്. നമ്മളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ PDF-ൻ്റെ ഒരു A3 പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കും. എന്നിട്ട് ഇപ്പോൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് എല്ലാം മാർക്കർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇനി പെൻഡിങ് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാനുണ്ടെന്ന്. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ 10 ഗ്യാപ്പ് ഉണ്ട്, 40 ഉണ്ട്, 20 ഉണ്ട്. ഈ 40 എന്താ ഉദ്ദേശിക്കുന്നത്, ബീമിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആദ്യത്തെ ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ അത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളവിടെ 40 കൊടുത്തു. ഇനി നെക്സ്റ്റ് ഏത് വാല്യൂ വേണ്ടത്, ഇവർ പറയുന്നത് ഈ 20 നമുക്ക് കിട്ടണം. ബീമിൻ്റെ ടോപ്പിൽ നിന്ന് പ്ലേറ്റിൻ്റെ ടോപ്പ് വരെയുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ് 20 വേണം. അത് നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും,
നമുക്കൊന്ന് ആലോചിച്ച് പറയാൻ പറ്റും. ഇതിനകത്ത് എവിടെ കൊടുക്കാൻ പറ്റും? ബീമിൻ്റെ ടോപ്പിൽ നിന്ന് പ്ലേറ്റിൻ്റെ ടോപ്പ് വരെയുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ് 20 കിട്ടണം. അത് നമുക്ക് കൊടുക്കുന്നത് ഇവിടെ ടോപ്പ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഒരു കോളം കണ്ടു. പക്ഷേ അവിടെ 20 അല്ല കൊടുക്കേണ്ടത്. ആ ഡയമെൻഷൻ ഇവിടെ എവിടെ തൊട്ട് എവിടെ വരെ കാണിച്ചിരിക്കുന്നത്? ബീമിൻ്റെ ടോപ്പിൽ നിന്ന് പ്ലേറ്റിൻ്റെ ടോപ്പല്ല, ബോൾട്ടിൻ്റെ സെൻറ്റർ വരെ. ബീമിൻ്റെ ടോപ്പിൽ നിന്ന് ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് 20 + 45, 65 കൊടുക്കേണ്ടി വരും നമുക്ക് 20 കിട്ടാൻ വേണ്ടി. 65. ഇനി പെൻഡിങ് ഉള്ളത് ഈ 10 ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 10 ഗ്യാപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് പിക്ചറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോപ്പ് വ്യൂവിൽ 2 വെബുകൾ തമ്മിലുള്ളൊരു ഗ്യാപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കൊടുത്ത് നോക്കാം, എന്നിട്ട് മെഷർ ചെയ്ത് ചെക്ക് ചെയ്യാം. ഇനി ഇവിടെ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് മോഡിഫൈ ഗ്രീൻ കളറിൽ വന്നു. ഒരു ഡയമെൻഷൻ ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മളൊന്ന് ഡയമെൻഷൻ ചെയ്ത് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടത് റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് വരും. ഇത് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ എഡിറ്റിൽ പോയാൽ ഇവിടെ മെഷർ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. ഫ്രീ ഡിസ്റ്റൻസ് എടുക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എടുക്കാം, വേർട്ടിക്കൽ എടുക്കാം. ഒറ്റൊരു കാര്യമുള്ളൂ, ഈ ഡിസൈനിൽ കാണിച്ചേക്കുന്നത് പോലെ ഇവിടെ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതേ വാല്യൂസ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ കണക്ഷൻ്റെ പ്രോപ്പർട്ടി അല്ല ക്ലയൻറ്റിന് സെൻഡ് ചെയ്യുന്നത്. ഈ കണക്ഷൻ്റെ പ്രോപ്പർട്ടിയിൽ കൊടുത്തതുപോലെ ഇവിടെ റിഫ്ലക്റ്റായി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഏത് മെഷറിങ് ഓപ്ഷൻസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ പുതിയൊരു ടൂൾ പഠിപ്പിച്ചു തരാം, ബോൾ സ്പേസിംഗ് എന്ന് പറഞ്ഞ്. ബോൾ സ്പേസിംഗ് ആണ് എടുക്കുന്നത്. അല്ല, ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ടൂൾ കാണിച്ചു തരുന്നുള്ളൂ. ബോൾ സ്പേസിംഗ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടം ലെഫ്റ്റിൽ എന്താ പറയുന്നത്? സെലക്ട് എ ബോൾട്ട്. അപ്പോൾ ഇവിടെ ബോൾട്ട് സെലക്ട് ചെയ്യാൻ നോക്കി, ബോൾട്ടല്ല, ഫുൾ കമ്പോണൻ്റ് ആയിട്ടാണ് സെലക്ട് ആവുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള സെലക്ഷൻ ടൂൾ ബാർ, ഇതൊക്കെ സെലക്ഷൻ ടൂൾ ബാർസാണ്. ഈ സെലക്ഷൻ ടൂൾ ബാർസിൽ ഇപ്പോൾ കിടക്കുന്ന ഓപ്ഷൻ ഏതാ? സെലക്ട് കമ്പോണൻസ് ആണ്. അതിൻ്റെ ഇപ്പുറത്തെ ഓപ്ഷനിലോട്ട് മാറ്റുക, സെലക്ട് ഒബ്ജക്ട്സ് ഇൻ കമ്പോണൻസ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ബോൾട്ട് വേറെ, പ്ലേറ്റ് വേറെ, ഇങ്ങനെ നിൽക്കും. ഇനി നമ്മൾ മെഷറിൽ ബോൾ സ്പേസിങ് എടുത്തു. സെലക്ട് ബോൾട്ട് എന്ന് പറയുമ്പോൾ ബോൾട്ട് സെലക്ട് ചെയ്തു. പിന്നെ പറയുന്നത് എന്താണ്? സെലക്ട് എ പാർട്ട്. എനിക്ക് ബോൾട്ടും പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിഞ്ഞാൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്നോട്ടോ, ബോൾട്ടും പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ റീഡ്രോ ചെയ്യുക. പിന്നെ തിരിച്ച് സെലക്ട് കമ്പോണൻസിലോട്ട് തന്നെ ഇടുക, ഇല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോണൻറ്റിൻ്റെ പ്രോപ്പർട്ടി കിട്ടത്തില്ല. ഇനി നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇത് ഓക്കെ ആണ് അല്ലേ? ഇത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് എൻഡിലാണ് കൊടുത്തത്, ഈ റൈറ്റ് എൻഡിലും സെയിം കണക്ഷൻ തന്നെ ആയിരിക്കുമോ ഇല്ലയോ? അതായത് ഈ റൈറ്റ് എൻഡിലും നമുക്ക് കൊടുക്കണമല്ലോ, ഇവിടെ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യണമല്ലോ, സെയിം തന്നെ ആയിരിക്കുമോ ഇല്ലയോ? സെയിം കണക്ഷൻ തന്നെ ആയിരിക്കും. കാരണം എല്ലാ സിറ്റുവേഷനും സെയിം തന്നെ. കണക്ഷൻ ഡീറ്റെയിൽ അവർ കോമൺ ആയിട്ടാണ് തന്നേക്കുന്നത്, ഡീറ്റെയിൽ 9 എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ലൈവ് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ടൈം സേവ് ചെയ്യാൻ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മളൊരു കണക്ഷൻ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഇവിടെ മോഡിഫൈഡ് ഇപ്പുറത്ത് അപ്ലൈ ഓക്കെ എന്ന് പറഞ്ഞൊരു ഐക്കണുണ്ട്. ഇതിൽ ഏത് പ്രസ് ചെയ്താലും ഈ കണക്ഷൻ കോപ്പി ആവും. ഇപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്തു, ഓക്കെയും കൊടുത്തു. അപ്പോൾ ഇത് കോപ്പിയായി. ഇനി നേരെ ഈ ഐക്കൺ സെലക്ട് ചെയ്തു. ബോട്ടം ലെഫ്റ്റ് പറയുന്നത് പിക്ക് മെയിൻ പാർട്ട്. ഇപ്പോൾ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് കോളം സെലക്ട് ചെയ്തു. പിന്നെ പറയുന്നത് പിക്ക് സെക്കൻഡറി പാർട്ട് എന്ന് പറഞ്ഞ് ഈ ബീം സെലക്ട് ചെയ്തു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കാണ് കണക്ഷൻ വന്നാണ്ടോ. ഇതേപോലെ നമുക്കിനി എല്ലാ കണക്ഷനും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ടുള്ളത് ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി വെബിലോട്ട് ഇതേ സെയിം കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വെബിലോട്ടുള്ള കണക്ഷനും ഇതേപോലെ സെയിം കണക്ഷൻസ് തന്നെ വരുന്നുണ്ട് വെബിലോട്ടും. അപ്പോൾ ഈ സെയിം കണക്ഷൻ തന്നെ വെബിലോട്ടും കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും ഒരു കണക്ഷൻസ് കൊടുത്തിട്ട് 3Dയിലൊന്ന് പോയി ചെക്ക് ചെയ്യണം. അത് ഞാൻ സെലക്ട് ചെയ്ത് 3D വ്യൂവിലൊന്ന് പോയി 3D വ്യൂവിൽ പോയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കുക. ഈ ലൈൻസ് ഒക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ കണക്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീഡ്രോ വ്യൂ ക്ലിക്ക് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയി വരും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ നേരത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഈ കണക്ഷൻ നമ്മൾ ഏറ്റവും ആദ്യം തൊട്ട് പറയുന്ന സ്റ്റീൽ കൺസ്ട്രക്ഷൻസ് ചെയ്യുമ്പോൾ ഫാബ്രിക്കേഷൻ ഷോപ്പിലിട്ടിട്ടാണ് കട്ടിങ്ങും വെൽഡിങ്ങും സൈറ്റിൽ ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ ബോൾട്ട് ചെയ്ത് പോകണം. അങ്ങനെയെങ്കിൽ ഈ പ്ലേറ്റ് ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോൾ എന്തിൻ്റെ ഒപ്പമാണ് വെൽഡ് ചെയ്ത് വിടേണ്ടത്? കോളത്തിൻ്റെ ഒപ്പമാണ് ബീമിൻ്റെ ഒപ്പമാണ്?
ഈ പ്ലേറ്റ് ഫാബ്രിക്കേഷൻ ഷോപ്പിൽ വെച്ചിട്ട് കോളത്തിൻ്റെ ഒപ്പം വേണം വെൽഡ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം പ്ലേറ്റും ബീമും തമ്മിൽ ബോൾട്ടിംഗ് ആണ്. ബോൾട്ടിംഗ് ഷുഡ് ഹാപ്പൻ ഇൻ ദ സൈറ്റ്. അപ്പോൾ സൈറ്റിൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പ്ലേറ്റ് കോളത്തിൽ വെൽഡ് ചെയ്ത് വെക്കണം. ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ ഇത് വെൽഡിങ്ങിൻ്റെ സിമ്പിളാണ് സേം കളറിൽ കാണുന്നത്. വെൽഡ് ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ടാവും. എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കിവിടെ എൻക്വയർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസംബ്ലി ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞെടുക്കാം. എന്നിട്ട് കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ റെഡ് ആൻഡ് യെല്ലോയിൽ കാണുന്നുണ്ടോ? അതായത് കോളത്തിൽ ഈ പ്ലേറ്റ് വെൽഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ കോളത്തിൻ്റെ ഫാബ്രിക്കേഷൻ ഡ്രോയിങ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോളത്തിൽ വെൽഡ് ചെയ്ത് ഇപ്പോൾ ഈ വെബിലോട്ട് കൊടുക്കുന്ന ബീമിൻ്റെ കണക്ഷൻ വരുമ്പോൾ ആ പ്ലേറ്റും വെൽഡ് ചെയ്തിരിപ്പുണ്ടോ? ത്രൂ ഔട്ട് എല്ലാ പ്ലേറ്റും ഇതേപോലെ കോളത്തിൽ വെൽഡ് ചെയ്തിരിക്കുന്നുണ്ടോ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഡ്രോയിങ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഡ്രോയിങ്ങിൽ ആ പ്ലേറ്റുണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നു. ഫാബ്രിക്കേറ്റർ വെൽഡ് ചെയ്യുന്നു, സൈറ്റിലോട്ട് വിടുന്നു. ബീമിൻ്റെ ഡ്രോയിങ് കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഡ്രോയിങ് കൊടുക്കുമ്പോൾ ആ ലൊക്കേഷനിൽ ഹോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സൈറ്റിൽ ഈ ബീം ഈ കോളത്തിൻ്റെ ഒപ്പം ഈ പ്ലേറ്റ് വന്നിട്ടുണ്ടാവും. ബീം ക്രെയിനിൽ ലിഫ്റ്റ് ചെയ്ത് നേരെ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് മുട്ടിച്ച് വെക്കുന്നു, ബോൾട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ബീം കൊണ്ടുവന്ന് വെക്കുന്നു, ബോൾട്ട് ചെയ്യുന്നു. അപ്പോൾ സൈറ്റിൽ വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് ഇറക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതാണ് കൺസെപ്റ്റ്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ വെബിലോട്ട് വരുന്ന കണക്ഷന് നമ്മൾ ഓൾറെഡി അപ്ലൈ ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ എടുക്കുന്നു, കൊടുത്തു കഴിഞ്ഞ് ഇവിടെയും കണക്ഷൻ വന്നു കണ്ടില്ല. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ഡയമെൻഷനില്ല, ഇതേപോലെ സെക്ഷൻ വ്യൂ എടുക്കാം. ഗ്രിഡ് ഇപ്പോൾ നമ്മൾ ഗ്രിഡ് 2 എടുത്തതുപോലെ ഗ്രിഡ് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. ഈ ബീം വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഗ്രിഡ് 1 ആയിരിക്കും, 1 or 3 ആയിരിക്കും വരുന്നത്. 1 അല്ല 3 ആണ് അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതേ ഇപ്പോൾ ഇവിടെ ആ കണക്ഷൻ വന്നുണ്ടോ. എന്നിട്ടൊന്ന് മെഷർ ചെയ്ത് ഈ ഡിസൈൻ ഡ്രോയിങ് പ്രകാരം കിട്ടുന്നുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതേപോലെ എല്ലാം കിട്ടുന്നുണ്ടോയെന്ന് ഡിസൈൻ പ്രകാരം ഇതൊക്കെ മെഷർ ചെയ്ത് ചെക്ക് ചെയ്യുക, ഇതേപോലെ കിട്ടുന്നുണ്ടോയെന്ന്. ഓക്കെ, പിന്നെ ഇതേപോലെ കംപ്ലീറ്റ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. എല്ലാ കണക്ഷൻസും പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ പ്ലാൻ നോക്കിയാലും ഇവിടെ പറയുന്ന സെക്ഷൻ ബി, സെക്ഷൻ ബിയിൽ സെക്ഷൻ സിയിൽ കണക്ഷൻ ഡീറ്റെയിൽ 9 ഈ സെയിം കണക്ഷൻ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. കാരണം കോളം ബീമും എല്ലാം സിറ്റുവേഷൻ സെയിം തന്നെ. അപ്പോൾ ഡീറ്റെയിൽ 9 തന്നെ ഫോളോ ചെയ്യാം. ഇനി സെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിൽ ഇവിടെ ഡീറ്റെയിൽ വേറെ എടുത്തു, ഡീറ്റെയിൽ 10, കാരണം ബീമിൻ്റെ സൈസ് മാറി. പക്ഷേ ഫിൻ പ്ലേറ്റ് കണക്ഷൻ തന്നെയാണ് അവർ പറയുന്നത്. അതായത് ഈ 146 പ്രകാരം. പക്ഷേ ബോൾട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കൊടുത്ത് ട്രൈ ചെയ്യാം. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് സെഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can contact me.